ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. 160 ക്വസ്റ്റ്യൻസ് ചെയ്യാനായി CSEB അനുവദിച്ചിരിക്കുന്ന സമയം 2 മണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ 80 ക്വസ്റ്റ്യൻസ് ചെയ്യാനായി അനുവദിച്ചിരിക്കുന്ന സമയം 1 മണിക്കൂറും 40 ക്വസ്റ്റ്യൻസ് ചെയ്യാനായി അനുവദിച്ചിരിക്കുന്ന സമയം അരമണിക്കൂറും 20 ക്വസ്റ്റ്യൻസ് ചെയ്യാനായി അനുവദിച്ചിരിക്കുന്ന സമയം 15 മിനിറ്റുമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായി അനുവദിച്ചിരിക്കുന്ന സമയം 45 സെക്കൻഡുകളാണ്. 45 സെക്കൻഡുകൾ കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് 45 സെക്കൻഡുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 45 സെക്കൻഡുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാനായി എന്തുമാത്രം സമയം എടുക്കേണ്ടി വരുന്നു എന്ന് നോക്കുക. എന്നിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ മാത്രം അവസാന ഭാഗത്ത് ഉത്തരം കൊടുത്തിട്ടുണ്ട്, ഉത്തരം എടുത്ത് നോക്കുക.
one of the 5 persons weighing 60 kilogram leaves and another comes, the average weight increases by 3 kg. Then the weight of the new arrival is 5 പേരുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോയാണ്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പേഴ്സ്. ഇവിടെ നമുക്ക് ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് 60 കിലോയാണ്. ടോട്ടൽ എത്രയാണെന്നാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പേഴ്സ്. 5 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 5 പേരുടെ വെയിറ്റിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 60 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 300. ഇവിടെ ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോൾ ആവറേജ് 3 കിലോ കൂടി. അപ്പൊ അങ്ങനെയെങ്കിൽ 5 പേരുടെ വെയിറ്റിന്റെ തുക ആവറേജ് എന്ന് പറയുന്നത് 63 ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിവൈഡഡ് ബൈ 5. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഈസ് ഈക്വൽ ടു 63 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 315. അതായത് ഒരാൾ പോയി മറ്റൊരാൾ വന്നപ്പോൾ ആവറേജ് 3 കിലോ കൂടി. അപ്പൊ അതായത് നേരത്തെ ഉണ്ടായ ആവറേജിനേക്കാളും 15 കിലോ. ഇവിടെ ആദ്യം 300 ആയിരുന്നു ആവറേജ്, ഇപ്പൊ 315 ആയി. ആദ്യത്തെ ആവറേജിനേക്കാളും 15 കിലോ കൂടി ഒരാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ പുതുതായി വന്ന ആളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 60 പ്ലസ് 15 75 കിലോഗ്രാം. ആൻസർ ഓപ്ഷൻ ഡി 75 കിലോഗ്രാം. CSEB എക്സാമിന് പോകുന്നതിന് മുൻപ് ആൽഫബറ്റുകളുടെ പ്ലേസ് വാല്യൂയും റിവേഴ്സ് ഓർഡറിലുള്ള പ്ലേസ് വാല്യൂയും നിശ്ചയമായും നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അതായത് A is equal to 1, B is equal to 2, C is equal to 3. ഇതാണ് ആൽഫബറ്റിക്കൽ ഓർഡറിലെ പ്ലേസ് വാല്യൂ. റിവേഴ്സ് ഓർഡറിലെ പ്ലേസ് വാല്യൂ Z is equal to 1, Y is equal to 2, X is equal to 3. ഇതാണ് റിവേഴ്സ് ഓർഡറിലെ പ്ലേസ് വാല്യൂ. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇവിടെ പ്ലേസ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക A is equal to 1, B is equal to 2. ആ രീതിയിൽ നോക്കുമ്പോൾ C is equal to 3, F is equal to 6, I is equal to 9, L is equal to 12. ഇവിടെ നോക്കുക G is equal to 7, J is equal to 10, M is equal to 13, P is equal to 16. ഇവിടെ നോക്കുക K is equal to 11, N is equal to 14, Q is equal to 17, T is equal to 20. ഇവിടെ നോക്കുക Q is equal to 17, R is equal to 18, T is equal to 20, W is equal to 23. ഇവിടെ നോക്കുക 3, 6, 9, 12. 3 വെച്ചാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക 7, 10, 13, 16. 3 വീതമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. 11, 14, 17, 20. ഇവിടെ 3 വീതമാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ 17, 18, 20, 23. 1, 2, 3. ഈ രീതിയിലാണ് ഇവിടെ ഇൻക്രീസിങ് നടക്കുന്നത്. അപ്പൊ ഇവിടെ ഓഡ് 1 എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കംപ്ലീറ്റ് ദ സീരീസ് 3, 8, 22, 63, 183. ഇത്തരത്തിലുള്ള സീരീസുകൾ കാണുമ്പോൾ നോക്കുക ഇവിടെ ഇൻക്രീസിംഗ് ആണ് നടക്കുന്നത്. വലിയ തോതിലുള്ള ഇൻക്രീസിംഗ് ആണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകാനാണ് സാധ്യത. ഇവിടെ നോക്കുക ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. 3 ഇൻറ്റു 3 മൈനസ് 1 is equal to 8. ഇനി രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 8 ഇൻറ്റു 3 മൈനസ് 2
ഇസ് ഈക്വൽ ടു 22. ഇപ്പം നമുക്ക് സീരീസ് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത നോക്കുക. 22 ഇൻറ്റു 3 മൈനസ് 3, 63. 63 ഇൻറ്റു 3 മൈനസ് 4, 189 മൈനസ് 4, 185. ഇനി അടുത്തത് 185 ഇൻറ്റു 3 മൈനസ് 5 is equal to 550. Answer option D, 550. How many 6 are there which are followed by 0 and preceded by 0 in the following series? ഇവിടെ നോക്കുക എത്ര 6കൾ ഉണ്ട്. അവിടെ പ്രസീഡ് ചെയ്യുന്നത് 0 ആണ്, ഫോളോ ചെയ്യുന്നതും 0 ആണ്. അതായത് 0, 6, 0 എത്ര തവണ ഈ ഒരു പാറ്റേണിൽ നമ്പർ സീരീസിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഒരു 0, 6, 0 ഉണ്ട്. ഇവിടെ 0, 6, 1 ആണ്, 1, 6, 0 ആണ്. നോക്കുക 0, 6, 0, വീണ്ടും 0, 6, 0. ഈ ഒരു സീരീസിൽ 3 എണ്ണമാണുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, 3. How many times between 3 AM and 3 PM will the hands of a clock cross? ഒരു ക്ലോക്കിൻ്റെ ഹാൻഡുകൾ ക്രോസ് വിപരീത ദിശയിൽ വരുന്നത് ഈ 12 മണിക്കൂറിനുള്ളിൽ എത്ര സമയത്താണ്? ഇവിടെ ഞാൻ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആകും. ക്ലോക്കിൻ്റെ ഹാൻഡുകൾ ഓവർലാപ്പ് ചെയ്ത് വരുന്ന സിറ്റുവേഷനുകളാണ്. ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ക്ലോക്കിൻ്റെ ഹാൻഡുകൾ ക്രോസ് ചെയ്യുമ്പോഴും വരുന്നത്. അതായത് ഓവർലാപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിനുമേ ഒന്നായിട്ട് വരുന്നു, ക്രോസ് എന്ന് പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു. ഒരു 12 മണിക്കൂറിനുള്ളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 തവണയാണ് ക്ലോക്കിന്റെ ഹാൻഡുകൾ ഓവർലാപ്പ് ചെയ്തും അതുപോലെ തന്നെ ക്രോസ് ആയും വരുന്നത്. ഒരു 12 മണിക്കൂറിനുള്ളിൽ 11 തവണ വരെ മാത്രമേ ഇത്തരത്തിൽ സംഭവിക്കുന്നുള്ളൂ. ഒരു ദിവസത്തില് 22 തവണയാണ് ക്ലോക്കിന്റെ ഹാൻഡുകൾ ഓവർലാപ്പ് ചെയ്തും ക്രോസ് ചെയ്തും വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 11. 48, 64, 15, 24. CSEB എക്സാമിന് മുൻപ് നിർബന്ധമായും പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് 1 മുതൽ 50 വരെയുള്ള നമ്പറുകളുടെ സ്ക്വയറുകളും ക്യൂബുകളും ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം സാധാരണ എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു പൂർണ്ണവർഗം എന്ന് പറയുന്നത് ബി മാത്രമാണ്. നമുക്ക് സ്ക്വയറുകൾ കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മനസ്സിലാവും. ബാക്കിയെല്ലാം ഓഡ് വൺ ആണ്. ആൻസർ ഓപ്ഷൻ ബി, 64. 2 vessels C and D contains milk and water in the ratio 5:1 and 5:2 respectively. Find the ratio in which these two mixtures should be mixed to get a new mixture of milk and water in the ratio 4:1. 2 വെസൽസ് ഉണ്ട്, സിയും ഡിയും. അതില് മിൽക്ക് ആൻഡ് വാട്ടർ എന്നത് സി എന്ന വെസലില് 5:1 എന്ന റേഷ്യോയിലാണ്. ഡി എന്ന വെസലില് 5:2 എന്ന റേഷ്യോയിലാണ്. ഒന്നുകിൽ നമുക്കിതിനെ മിൽക്കിന്റെ ടേംസിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്ടറിന്റെ ടേംസിൽ ചെയ്യാം. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ വാട്ടറിന്റെ ടേംസിലാണ് എടുക്കുന്നത്. അപ്പൊ സി എന്ന വെസലിലുള്ള വാട്ടർ എന്ന് പറയുന്നത് 1 1/, അതിന് നമ്മൾ ഈ രീതിയിൽ എഴുതുമ്പോൾ 1/6. ഇവിടെ ഡി എന്നുള്ള വെസലിലുള്ള വാട്ടർ 2/7. ഇനി അതിനെ നമുക്ക് മാറ്റേണ്ടത് 4:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പൊ അതായത് 1/5 എന്ന റേഷ്യോയിലേക്കാണ് മാറ്റേണ്ടത്. ഇതിനെ ഈ രീതിയിൽ ഇങ്ങനെ ചെയ്യുക. അതായത് 1/6 മൈനസ് 1/5.
1/6 മൈനസ് 1/5. ഇവിടെ നോക്കുക, 6ന്റെ 5ന്റെ LCM 30. 6 മൈനസ് 5 is equal to 1/30. 1/6 മൈനസ് 1/5 is equal to 1/30. ഇനി ഈ രീതിയിൽ ചെയ്യുക. 2/7 മൈനസ് 1/5. ഇവിടെ 7 5 LCM 35. 35 divided by 7, 5. 5 into 2, 10. 35 divided by 5, 7. 7 into 1, 7 is equal to 3/35. അപ്പോൾ ഇവിടെ 2/7 minus 1/5 is equal to 3/35. 3/35 1/30. ഇതിനെ റേഷ്യോ രൂപത്തിലാക്കാനായി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 3 into 30 90 is to 1 into 35 35. ഇത് രണ്ടും 5ൽ പോകും. അപ്പോൾ നമുക്കിതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 5 40, 8 5 40, 18 is to 7, 18 is to 7. Answer option A, 18 is to 7. 16 men working 7 hours a day will complete a job in 48 days. How many men are needed to complete the same job in 32 days working 12 hours a day? ഇവിടെ 16 പേർ 7 മണിക്കൂർ 48 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയും ഇത്ര പേർ 12 മണിക്കൂർ 32 ദിവസം ചെയ്യുന്ന ജോലിയും എന്ന് പറയുന്നത് സെയിം ആണ്. അതായത് ജോലി എന്നത് അവിടെ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഈ രീതിയിൽ എഴുതാം. men M1 hours H1 day D1 is equal to M2 H2 D2. M എന്ന് പറഞ്ഞാൽ men hours day. അതായത് ജോലി എന്നത് ഇത്രയും പേർ ഇത്ര മണിക്കൂർ ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതും ഇത്ര പേർ ഇത്ര മണിക്കൂർ ഇത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നതും എപ്പോഴും ഒന്നാണ്. അങ്ങനെയെങ്കിൽ 16 into 7 into 48 is equal to എത്ര പേർ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. M2 into 32 into 12. അങ്ങനെയെങ്കിൽ M is equal to 16 into 7 into 48 divided by 32 into 12. നമുക്കിനെ വെട്ടിച്ചെറുതാക്കി നോക്കാം. ഇവിടെ പോകും 2, ഇവിടെ പോകും 24, ഇവിടെ പോകും 2. അപ്പോൾ 7 into 2 14. ആൻസർ ഓപ്ഷൻ എ 14. A man gets a discount of 30% and then 20% on his food bill of rupees 2,500. How much amount does he has to pay? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ആദ്യം 2500ന്റെ 30% കാണുക. എന്നിട്ട് മാത്രമേ 20% കാണാൻ പാടുള്ളൂ. നേരെ 50% ഒന്നും കണക്കാക്കാൻ പാടില്ല. 2500 അതിന്റെ 30% into 30 divided by 100. ഇവിടെ വെട്ടിക്കളയാം, ഇവിടെയും വെട്ടിക്കളയാം. 250 into 3 750. അപ്പൊ 2500ന്റെ 30% എന്ന് പറയുമ്പോൾ
2500 മൈനസ് 750 ഈസ് ഈക്വൽ ടു 1750. ഇനി 1750 ആണ് 20% കാണേണ്ടത്. ഇൻറ്റു 20/100 150. 1750 മൈനസ് 380, അതിൻ്റെ 20%, 380 is equal to 1400. ആൻസർ ഓപ്ഷൻ ഡി 1400. If 1st January 2016 was Friday, what was the day of the week on 1st January 2016? അപ്പോൾ ആദ്യം നോക്കേണ്ടത് 2016 ലീപ്പ് ഇയർ ആണോ? 2016 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. അപ്പം അങ്ങനെയെങ്കിൽ ഫ്രൈഡേ ആണെങ്കിൽ 2017 ജനുവരി 1 എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൂടി സ്കിപ്പ് ചെയ്യും. 2017 ജനുവരി 1 സാറ്റർഡേ സൺഡേ. ആൻസർ ഓപ്ഷൻ സി സൺഡേ. In a class of 40 students, if Unni's rank is 5 from the front and Uma's rank is 18 from the back, how many people are there between them? 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഉണ്ണിയുടെ റാങ്ക് മുകളിൽ നിന്നും 5ാമതാണ്. ഉണ്ണിയുടെ റാങ്ക് മുകളിൽ നിന്നും 5ാമതാണ്. ഉമ്മയുടെ റാങ്ക് പിറകിൽ നിന്നും 18ാമതാണ്. ഉമ്മയ്ക്ക് പിറകിലായിട്ട് 17 പേരാണ് ഉമ്മയ്ക്ക് പിറകിലായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉമ്മയുടെ റാങ്ക് ഫ്രണ്ടിൽ നിന്നും 40 പേരുണ്ട്. 40. ഉമ്മയ്ക്ക് പിറകിലായി 17 പേരാണുള്ളത്. അങ്ങനെയെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ഉമ്മയുടെ റാങ്ക് 23. ഉണ്ണിയുടെ റാങ്ക് 5, ഫ്രണ്ടിൽ നിന്നും 5, ഉമ്മയുടെ റാങ്ക് ഫ്രണ്ടിൽ നിന്നും 23. ഇനി ഇവർക്കിടയിലായി എത്ര പേരാണ് ഉള്ളത്? 23 മൈനസ് 5 18. ഇതല്ല ആൻസർ, അതിൽ നിന്നും ഒന്നുകൂടി കുറയ്ക്കണം. അപ്പൊ അതായത് നമുക്ക് കൃത്യമായ ആൻസർ കിട്ടുള്ളൂ. 17 പേരാണ് ഇവർക്കിടയിലുള്ളത്. ആൻസർ ഓപ്ഷൻ ബി 17. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒന്നുകൂടി കുറയ്ക്കുക. അതാണ് കൃത്യമായ ആൻസർ. ABCD EGIK FGHI ഇങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ഏതാണ്? ഇവിടെയും നമുക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിലെ പ്ലേസ് വാല്യൂ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 2 3 4 5 7 9 11 6 7 8 9. അങ്ങനെയെങ്കിൽ അടുത്തത് ഇവിടെ നോക്കുക. ABCD കഴിഞ്ഞ് നെക്സ്റ്റ് ലെറ്റർ ആണ് വന്നിരിക്കുന്നത് ഇ. അപ്പം എങ്ങനെയെങ്കിൽ ഇവിടെ ഐ. നെക്സ്റ്റ് ലെറ്റർ വരേണ്ടത് ജെ. ഇവിടെ നോക്കുക 1 2 3 4 1 വെച്ചാണ് കൂടുന്നത്. ഇവിടെ 6 7 8 9. അപ്പം ഇവിടെ ഇതും തമ്മിലാണ് കമ്പയർ ചെയ്യേണ്ടത്. 6 7 8 9 1 വെച്ചാണ് കൂടുന്നത്. രണ്ടാമത്തേതിൽ നോക്കുക 5 7 9 11 2 വീതമാണ് കൂടുന്നത്. ഇവിടെയും 2 വീതമാണ് കൂടേണ്ടത്. ജെ 12 14 16 ഈ രീതിയിലാണ് ഇവിടെ വരേണ്ടത്. JLNP. ആൻസർ ഓപ്ഷൻ എ JLNP. If the word train is written as IRNAT, how can the word truck be written? ഇവിടെ നോക്കുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ, അതായത് സ്പെല്ലിങ്ങുകളെ മാറ്റി എഴുതുന്ന ചോദ്യങ്ങളാകുമ്പോൾ ഇവിടെ ഈ രീതിയിലാണ് എഴുതേണ്ടത്. ഇതിന് 1 എന്ന നമ്പർ കൊടുക്കുക. R2 A3 I4 N5. പിന്നെ ഇതിനെ ഈ ഒരു ഓർഡറിൽ ഈ ഓർഡർ മാറ്റി എഴുതുമ്പോൾ I4 R2 N5 A3 T1 ഈ രീതിയിലാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് 4 2 5 3 1 എന്ന ഓർഡറിലാണ് എഴുതേണ്ടത്. അതേ രീതിയിൽ ട്രക്ക് എഴുതുമ്പോൾ 1 2
3 4 5 ഈ ഓർഡറിൽ എഴുതുമ്പോൾ 4 2 5 3 1 ഈ ഓർഡറിൽ എഴുതുമ്പോൾ C R K U T CRKUT. Answer option D. If the average salary of 19 employees in an organization is 5,000 and the manager's salary is 10,000, what is the average salary of 20 employees? ഇവിടെ നോക്കുക, നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. 19 എംപ്ലോയീസിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 5,000. അങ്ങനെയെങ്കിൽ 19 എംപ്ലോയീസിന്റെ ആവറേജിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ 5,000 ഇൻറ്റു 19. 95,000. മാനേജറുടെ സാലറി 10,000 ആണ്. അപ്പം അങ്ങനെയെങ്കിൽ മാനേജറുടെ കൂടെ സാലറി ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1,05,000 ആയി. മാനേജർ കൂടി കൂടിയപ്പോൾ 20 പേരായി. അങ്ങനെയെങ്കിൽ 20 പേരുടെ ആവറേജ് സാലറി എന്ന് പറയുന്നത് 1,05,000 ഡിവൈഡഡ് ബൈ 20. 10,500 ഡിവൈഡഡ് ബൈ 5,250. ആൻസർ ഓപ്ഷൻ ബി 5,250. In a row of 30 girls, Deepa is fourth from the right end and Vinitha is 10th from the left end. How many girls are there between Deepa and Vinitha? അപ്പോൾ 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ദീപ is fourth from the right. ഇവിടെ ഇതാണ് ലെഫ്റ്റ്, ഇതാണ് റൈറ്റ്. നിങ്ങൾ ഇരിക്കുന്നതിന് നേരെ ലെഫ്റ്റ്, നിങ്ങൾ ഇരിക്കുന്നതിന് നേരെ റൈറ്റ്, ഇങ്ങനെ മാർക്ക് ചെയ്യുക. ദീപ is fourth from the right. ഇവിടെ നിന്ന് 1 2 3 4 ഇവിടെയാണ് ദീപ ഇരിക്കുന്നത്. ആൻഡ് വിനീത is 10th from the left end. ഇവിടെ നിന്നും ഈ ഭാഗത്ത് നിന്ന് 1 2 3 4 5 6 7 8 9 10 ഈ ഒരു പോർഷനിലാണ് വിനീത ഇരിക്കുന്നത്. അതായത് ഇടത്ത് നിന്നും 10ാമതാണ് വിനീത ഇരിക്കുന്നത്. ഹൗ മെനി ഗേൾസ് ആർ ദയർ ബിറ്റ്വീൻ ദീപ ആൻഡ് വിനീത? അപ്പൊ അങ്ങനെയെങ്കിൽ ദീപയും വിനീതയ്ക്കും ഇടയിൽ എത്ര പേരുണ്ട്? ഇവിടെ നോക്കുക, ദീപ വലത് നിന്നും 4ാമതാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ദീപയ്ക്ക് പിറകിലായ എത്ര പേരാണുള്ളത്? 1 2 3 പേരുണ്ട്. ആകെ 30 പേരുള്ള ക്ലാസ്സിൽ ദീപയ്ക്ക് പിറകിലായി 3 പേരെന്ന് പറയുമ്പോൾ ദീപ ഇടത്ത് നിന്നും 27ാമത്. അപ്പൊ അതായത് ലെഫ്റ്റിൽ നിന്ന് നോക്കിക്കഴിയുമ്പോൾ ദീപ 27ാമത് ആണ് വരുന്നത്. വിനീത 10ാമതും. ഇനി അവർക്കിടയിലായി എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ 27 മൈനസ് 10 17 മൈനസ് ഒന്നുകൂടി ചെയ്താൽ ഇവിടെ നമുക്ക് കൃത്യമായ ആൻസർ കിട്ടുള്ളൂ. 16. ആൻസർ ബി 16. If 8 men or 12 women can finish a job in 25 days, then in how many days will 10 men and 5 women finish the same job? ഇവിടെ 8 മെന്നും 12 വുമണും 25 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കും. അതായത് 8 മെന്നും 12 വുമൺ എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് 8 മെൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, 8 മെൻ ചെയ്യുന്ന ജോലിയാണ് 12 വുമൺ ചെയ്യുന്നത്. ആദ്യം ഇവിടെ മെന്നിന്റെയും വുമണിന്റെയും എഫിഷ്യൻസി കണ്ടുപിടിക്കുക. ഇവിടെ 8 മെൻ എന്ന് പറയുന്നത് 12 വുമണിന് ഈക്വൽ ആണ്. ഇങ്ങനെ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. M/W is equal to 12/8. ഇതിനെ നമുക്ക് ചെറുതാക്കുമ്പോൾ 3/2 എന്ന് എഴുതാം. അതായത് മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3ഉം വിമനിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. അതായത് മെൻ ഒരു ദിവസം 3 ജോലി ചെയ്യും, വിമൺ ഒരു ദിവസം 2 ജോലി ചെയ്യും. അങ്ങനെയെങ്കിൽ മെൻ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 8 പേരാണുള്ളത്.
മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. 25 ദിവസമാണ് ചെയ്യുന്നത്. 8 × 3 × 25 600. ഇത്രയും വർക്കാണ് മെൻ ചെയ്യുന്നത്. അതേസമയം വുമൺ ആണെങ്കിൽ 12 വിമൺ ആണുള്ളത്. എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ് × 25 600. അതായത് മെൻ ചെയ്യുന്ന ജോലിയും വിമൺ ചെയ്യുന്ന ജോലിയും 8 മെൻ ചെയ്യുന്ന ജോലിയും 12 വിമൺ ചെയ്യുന്ന ജോലിയും തുല്യമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ 10 മെൻ 5 വുമണും കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 10 മെൻ × മെന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3 ആണ്. പ്ലസ് 5 വുമൺ. 5 വുമൺ. വുമണിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണ്. ചെയ്യുന്ന ജോലി 30 പ്ലസ് 10. അതേ ജോലി ചെയ്യാൻ വേണ്ട സമയം 40. 10 മെൻ എഫിഷ്യൻസി എന്ന് പറയുന്നത് 3. 5 വുമൺ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2. 30 പ്ലസ് 10 40. ഇനി മൊത്തം വർക്ക് എന്ന് പറയുന്നത് 600 ആണ്. 600 ഡിവൈഡഡ് ബൈ 40 = 15 ഡേയ്സ്. 10 മെൻ 5 വുമണും ചേർന്ന് 15 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും. കംപ്ലീറ്റ് ദ സീരീസ് 8, 9, 20. ഇവിടെ ഇൻക്രീസിംഗ് ആണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള ഇൻക്രീസിംഗ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആകാനാണ് സാധ്യത. ഇനി ഒന്നാമത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്നോ. 8 × 1 പ്ലസ് 1 = 9. അടുത്തത് നോക്കുക. രണ്ടാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ. 9 × 2 പ്ലസ് 2 20. അപ്പൊ നമുക്ക് സീരീസ് കിട്ടിക്കഴിഞ്ഞു. 20 × 3 പ്ലസ് 3 63. 63 × 4 പ്ലസ് 4 256. 256 × 5 പ്ലസ് 5 = 1285. നമ്മുടെ ആൻസർ കിട്ടി 256. ആൻസർ ഓപ്ഷൻ സി 256. ഇവിടെ നോക്കുക. ADIP DGLS BEJQ. ഇവിടെയും പ്ലേസ് വാല്യൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1 4 9 16 4 7 12 19. B 12 5 10 17. ഇവിടെ നോക്കുക. ഇവിടെ +3 +5 +7 ഈ രീതിയിലാണ് ഇൻക്രീസിങ് നടക്കുന്നത്. ഇവിടെ നോക്കുക. 4 +3 7 7 +3 7 +5 12 12 +7 19. അതായത് 3 5 7 3 5 7 ഈ രീതിയിലാണ് ഇവിടെ ഇൻക്രീസിങ് നടക്കുന്നത്. ഇവിടെ നോക്കുക. 2 +3 +5 +7 ഈ രീതിയിലാണ് ഇവിടെ ഇൻക്രീസിങ് നടക്കുന്നത്. ഇവിടെ നോക്കുക. A 3 ലെറ്റർ കഴിഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത്. D. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ B C D. അങ്ങനെയെങ്കിൽ ഇവിടെ B കഴിഞ്ഞാൽ C D
ഇ ആണ് ആദ്യം വരേണ്ട ലെറ്റർ. ഇ പ്ലസ് 3 എഫ് ജി എച്ച് പ്ലസ് 5 ഐ ജെ കെ എൽ എം പ്ലസ് 7 എൻ ഒ പി ക്യു ആർ എസ് ടി. Sir, option A. Find the next letter series B E C F J E H E. ഇവിടെയും പ്ലേസ് വാല്യൂ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക, ബിയുടെ പ്ലേസ് വാല്യൂ 2 ഇ 5. ഇവയെ തമ്മിൽ ആഡ് ചെയ്യുക. 2 + 5 7. അടുത്ത നോക്കുക സി എഫ്, ഇതിന്റെ പ്ലേസ് വാല്യൂ 3, എഫിന്റെ പ്ലേസ് വാല്യൂ 6. ഇവിടെ അവയെ തമ്മിൽ ആഡ് ചെയ്യുക 9. അടുത്ത നോക്കുക ജെ പ്ലേസ് വാല്യൂ 10, എയുടെ പ്ലേസ് വാല്യൂ 1, ഇവയെ തമ്മിൽ ആഡ് ചെയ്യുക 11. അടുത്ത നോക്കുക എച്ച് പ്ലേസ് വാല്യൂ 8, ഇ പ്ലേസ് വാല്യൂ 5, ഇവയെ തമ്മിൽ ആഡ് ചെയ്യുക 13. അതായത് 7 9 11 13. ഇനി അടുത്ത് വരേണ്ടത്, അതായത് പ്ലേസ് വാല്യൂ ആഡ് ചെയ്യുമ്പോൾ 15 കിട്ടുന്നതാണ് വരേണ്ടത്. ഇവിടെ നോക്കുക ഡി 4 എച്ച് 8, 8ഉം 4ഉം 12, ഇത് ശരിയാകില്ല. എഫ് 6 എച്ച് 10 16, ഇത് ശരിയാകില്ല. ഇവിടെ കെ 11 ഡി 4, ഇത് നമുക്ക് 15 കിട്ടും. ആൻസർ ഓപ്ഷൻ സി കെ ഡി. മിസ്സിംഗ് നമ്പറുകൾ കണ്ടുപിടിക്കാൻ വരുമ്പോൾ ആദ്യം ഒന്നുകിൽ റോ വൈസ് അല്ലെങ്കിൽ കോളം വൈസ് സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക 19 17 9, ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക 19 പ്ലസ് 17 ഡിവൈഡഡ് ബൈ 4, 36 ഡിവൈഡഡ് ബൈ 4. അങ്ങനെയാണ് നടുവിലെ സംഖ്യ കിട്ടുന്നത് 9. ഇതാണ് ഈ സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതായത് ഒന്നാമത്തെ കോളത്തിലെ നമ്പർ പ്ലസ് മൂന്നാമത്തെ കോളത്തിലെ നമ്പർ ഡിവൈഡഡ് ബൈ 4 ആണ് നമുക്ക് നടുവിലെ കോളത്തിലെ സംഖ്യ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത റോ നോക്കുക 23 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 4, 48 ഡിവൈഡഡ് ബൈ 4 12. അടുത്ത നോക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 13 പ്ലസ് 31 ഡിവൈഡഡ് ബൈ 4, 44 ഡിവൈഡഡ് ബൈ 4 11. ആൻസർ ഓപ്ഷൻ ബി 11.